ആലപ്പുഴ ജില്ലയിലെ സിപിഎമ്മിന്റെ പ്രധാനപ്പെട്ടൊരു നേതാവാണ് ജി സുധാകരൻ. എന്നാൽ പല കാരണങ്ങളും പറഞ്ഞ് പാർട്ടി അദ്ദേഹത്തെ തഴയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മത്സരിക്കാൻ അവസരം പോലും നൽകാതെയാണ് നേതൃത്വം അദ്ദേഹത്തെ തഴഞ്ഞിരിക്കുന്നത്. പിണറായി വിജയന്റെ അടക്കം ഗുഡ് ബുക്കിൽ നിന്നും പുറത്തുപോയ ജി സുധാകരന്റെ അനിഷ്ടം മനസ്സിലാക്കി അദ്ദേഹത്തെ അടർത്തിയെടുക്കാൻ ശ്രമങ്ങളുമായി കോൺഗ്രസും ബി.ജെ.പിയും രംഗത്തുണ്ടെന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത്. കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാൽ അദ്ദേഹത്തെ വീട്ടിലെത്തി കണ്ടപ്പോൾ മുതൽ തുടങ്ങിയ അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ ബി.ജെ.പിയും അദ്ദേഹത്തിനു വേണ്ടി ശ്രമങ്ങൾ തുടങ്ങി. ഇരു മുന്നണികളും ജി സുധാകരനെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും താനും ചേർന്നാണ് സിപിഎം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ വീട്ടിൽ പോയി കണ്ടതെന്ന് ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷനായ ബി ഗോപാലകൃഷ്ണനാണ് പറഞ്ഞത്. സുധാകരൻ കാണിച്ച സ്നേഹവും ബഹുമാനവും എടുത്തു പറയേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശിഷ്ട വ്യക്തികളെ കണ്ട് ആദരിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന്റെ ഭാഗമായാണ് പോയതെന്നും സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റും പൊതുപ്രവർത്തകനുമാണ് ജി സുധാകരനെന്നും ബി.ജെ.പിയുടെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥം സുധാകരന് സമ്മാനിച്ചുവെന്നും ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജി സുധാകരന് ഞാനും ആലപ്പുഴയിലെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗോപകുമാറും ഒരുമിച്ചാണ് പോയി കണ്ടത്. അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു എന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അനുവാദം മേടിച്ചു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിലെ ഒരു മന്ത്രിയായിരുന്ന ഇത്രയും മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഞങ്ങളോട് കാണിച്ച സ്നേഹവും ബഹുമാനവും എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം ഗേറ്റിൻ്റെ അരികിൽ വന്ന് ഞങ്ങളെ സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ട വ്യക്തിത്വങ്ങളെ കണ്ട് അവരെ ആദരിക്കണം എന്ന സംഘടനാപരമായ ഒരു തീരുമാനത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനത്തിൽ മന്ത്രിയായിരുന്നിട്ടും പൊതുപ്രവർത്തകനായിരുന്നിട്ടും സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ്, സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകൻ, അഴിമതിയില്ലാത്തൊരു പൊതുപ്രവർത്തകൻ, ആ കാഴ്ചപ്പാടിലാണ് അദ്ദേഹത്തെ കണ്ടത്. കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനത്തിൽ സുധാകരനെ കണ്ടെന്നാണ് ഗോപാലകൃഷ്ണൻ വെളിപ്പെടുത്തിയത്. ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. അതേസമയം ബി.ജെ.പി നേതാവ് മാത്രമല്ല, കോൺഗ്രസിൽ നിന്നും ജി സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ വി.ഡി. സതീശനും രംഗത്ത് വന്നിരുന്നു. സുധാകരനെ നീതിമാനായ മന്ത്രിയെന്ന് പുകഴ്ത്തിയാണ് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ എത്തിയത്. ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹത്തോട് വളരെ ആദരവും ബഹുമാനവും ഉള്ള ഒരാളാണ് ഞാൻ. വളരെ നല്ല ബന്ധമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹമായിട്ട് ഉണ്ടായിരുന്നത്. എം.എൽ.എമാരായിരിക്കും, അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ മന്ത്രിമാരിൽ ഞാൻ വിമർശിക്കാത്ത ഒരാളായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. നീതിപൂർവമായിട്ടാണ് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് പെരുമാറിയിരുന്നത്. PWD മന്ത്രിയായിരുന്ന സമയത്ത് പ്രതിപക്ഷത്തിരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെയാണ് അദ്ദേഹം നല്ലത്. ഒരു കാലത്തും അത്രയും നീതിപൂർവമായി പൊതുമരാമത്ത് മന്ത്രിമാർ പെരുമാറിയിട്ടില്ല. ഞാൻ അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ ആദരവും സ്നേഹവും ബഹുമാനമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അസ്തിത്വത്തെയോ അദ്ദേഹത്തിനോട് പാർട്ടിയുടെ കൂറിനെയോ ഞങ്ങളാരും ചോദ്യം ചെയ്യില്ല. മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങളിൽ നിന്ന് മാറിയവരെ അതേ നിലയിൽ ആദരിക്കണമെന്നും ഇക്കാര്യത്തിൽ പൊതു സമീപനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നും സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു. മന്ത്രിസ്ഥാനത്തിരുന്നപ്പോൾ നീതിപൂർവമായി ഇടപെട്ടയാളാണ് സുധാകരനെന്നും അദ്ദേഹത്തിന് കെ.സി. വേണുഗോപാലുമായി വ്യക്തിപരമായി ബന്ധമുണ്ടെന്നും മറ്റ് വ്യാഖ്യാനങ്ങൾ വേണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ ആദരവും സ്നേഹവും ബഹുമാനമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അസ്തിത്വത്തെയോ അദ്ദേഹത്തിനോട് പാർട്ടിയുടെ കൂറിനെയോ ഞങ്ങളാരും ചോദ്യം ചെയ്യില്ല. കെ.സി. വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞതുപോലെ അവർക്ക് തമ്മിൽ വ്യക്തിപരമായൊരു അടുപ്പമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ MP MLA ആയി ഇരുന്ന ആളുകളാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും അതിൽ പോകണ്ട. ഇതിനിടെ ജനപിന്തുണയുള്ള നേതാവിനെ കൈവിടാതിരിക്കാൻ ശ്രമങ്ങളുമായി സിപിഎം നേതൃത്വവും രംഗത്ത് തന്നെയുണ്ട്. ജി സുധാകരനെ അടുപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കം മറികടക്കാൻ സിപിഎം സംസ്ഥാന നേതൃത്വം ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. സുധാകരന് അർഹിക്കുന്ന ആദരവ് നൽകണമെന്ന് ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശവും നൽകി. അതേസമയം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ സുധാകരനെ ഒഴിവാക്കിയ സംഭവത്തിൽ ജി സുധാകരൻ സാധാരണ അംഗമായതിനാലാണ് സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നതെന്നും
ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് പൊതുസമ്മേളനത്തിൽ ക്ഷണിക്കാതിരുന്നതെന്നുമായിരുന്നു CPM ജില്ലാ സെക്രട്ടറിയുടെ നിലപാട്. എന്നാൽ ഒരു മുതിർന്ന അംഗത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കരുതെന്നും അവർക്ക് അർഹിക്കുന്ന ആദരവ് നൽകണമെന്നുമാണ് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ MV ഗോവിന്ദൻ നേരിട്ട് വിളിച്ചിട്ടുമുണ്ട്. അതേസമയം CPM നേതാവ് G സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ വീട്ടിൽ പോയി കണ്ടതെന്ന് കരുതുന്നില്ല എന്നാണ് KV തോമസ് കരുതുന്നത്. താൻ അദ്ദേഹത്തെ 2 ദിവസം മുൻപ് വരെ കണ്ടിരുന്നുവെന്നും ഒരു കുഴപ്പവുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സുധാകരൻ ഉറച്ച കമ്മ്യൂണിസ്റ്റാണ്, ആരെങ്കിലും വീട്ടിൽ ചെന്നതുകൊണ്ട് മാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല എന്നും KV തോമസ് പ്രതികരിച്ചിരുന്നു. CPM ഒരു കേഡർ പാർട്ടിയാണ്. താഴെത്തട്ടു മുതൽ ചർച്ചകളും അഭിപ്രായങ്ങളും നടക്കും. അത് ആ പാർട്ടിയുടെ കരുത്താണ്. കോൺഗ്രസ് അകത്തുള്ള പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കണമെന്നും വീട്ടിലുള്ളവർ തങ്ങൾക്ക് ഭക്ഷണം തരൂ എന്ന് പറയുമ്പോൾ പുറത്തുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോവുകയാണ് കോൺഗ്രസ് എന്നും KV തോമസ് പരിഹസിച്ചു. എന്തായാലും G സുധാകരന് വേണ്ടിയുള്ള പിടിവലിയാണ് ഇപ്പോൾ കോൺഗ്രസും BJPയും നടത്തുന്നത്. എന്നാൽ അന്തിമ തീരുമാനം G സുധാകരന്റേത് തന്നെയാണ്. CPMൽ അവഗണന നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു മുന്നണി മാറ്റത്തിലേക്ക് നീങ്ങുമോ എന്നത് കണ്ടു തന്നെ അറിയണം.